ഒരു കാരണവശാലും കാർഡിയോ ചെയ്തതിന് ശേഷം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം സയൻറ്റിഫിക് മെക്കാനിസം ഉണ്ട്. അപ്പോൾ പലരും ജിമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാർഡിയോ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. നെവർ ഡു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ 30 minutes ആണ് നമുക്ക് ബോഡിയിലെ എനർജി ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്ന് എടുക്കുന്നത്. അതാണ് ഇമ്മീഡിയറ്റ് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള എനർജി. സോ അപ്പോൾ നിങ്ങൾ ഒന്നൊക്കെ സങ്കല്പിക്കുക, നിങ്ങൾ ആദ്യം 30 minutes നിങ്ങൾ നടന്നു കഴിയുമ്പോൾ ബോഡിയുടെ എനർജി ഡിപ്ലീറ്റഡ് ആയി, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എനർജി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് ബോഡി എടുക്കുന്ന എനർജി നിങ്ങളുടെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്താലും, ഇപ്പോൾ കാർഡിയോ കണ്ടിന്യൂ ചെയ്തോട്ടെ, വെയിറ്റ് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തോട്ടെ, നിങ്ങൾക്ക് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ബോഡി ചെയ്യണം, എന്നിട്ട് വേണം എനർജി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫുൾ ഇൻസ്റ്റൻറ്റ് എനർജി ഡിപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ 5 കിലോ എടുക്കുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 3 കിലോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മസിൽ ബിൽഡ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും അടുത്ത ലെവലിലോട്ട് മസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ മസിൽ റീബിൽഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാർഡിയോ കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും പറ്റില്ല, നിങ്ങളുടെ എനർജിയും ഡിപ്ലീറ്റഡ് ആവും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അങ്ങ് അയച്ചു കൊടുത്തു.